കന്നഡ കരിമികാലം ഈ പി സി ജോർജിന്റെ ഈ വർഗീയ പ്രസ്താവന മാത്രമല്ല, നേരത്തെ സി കെ ഷാക്കർ പറഞ്ഞത് ഓർക്കാതിരിക്കുകയായിരുന്നു ഞാൻ. സി കെ ഷാക്കർ പറഞ്ഞ ഈ ജോസ് കെ മാണിയുടെ ഭാര്യ നടത്തുന്ന ഒരു യാത്രയെപ്പറ്റി ഇയാൾ പറഞ്ഞ ഒരു വഷളം പ്രസ്താവന, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിനെ വിമർശിച്ചെഴുതിയ പോസ്റ്റിൽ ഒരു ശബ്ദരേഖയാണ്, ഒരു ഫോൺ റെക്കോർഡാണ്. വെറുതെ ഒന്ന് കേട്ടുപോയി, അറിയാതെ കേട്ടുപോയതാണ് എന്ന് പറഞ്ഞാൽ അത് കേട്ടപാട് വീട്ടിൽ പോയി കുളിക്കണം എന്ന് തോന്നി. അത്രയ്ക്ക് വൃത്തികെട്ട, കേട്ട് മനുഷ്യരായി പിറന്ന ഒരാൾക്കും കേട്ടിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അത്രയും വൃത്തികേട്, വെളിവുകേട്. പക്ഷേ കെന്നഡി, ഈ കോടതി ഉത്തരവ് താങ്കൾ ഉറപ്പായും വായിച്ചതാണ്. നഖശികാന്തം കോടതി എതിർക്കുകയാണ്. കോടതി ഇയാളുടെ മുൻ പ്രസ്താവനകൾ എണ്ണി അതിൻ്റെ ക്രൈം നമ്പർ അടക്കം പറയുകയാണ്. അതിലൊക്കെ ജാമ്യവ്യവസ്ഥ ഇയാൾ ലംഘിച്ചതിനെ പറ്റിയുള്ള നിരന്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഉത്തരവാണ്. അതിനുശേഷവും എന്തുകൊണ്ടാണ് ജോർജിനെ പിന്തുണയ്ക്കാം എന്നൊരു ടെൻഡൻസി ഉണ്ടാവേണ്ട കാര്യം ശ്രീ കെന്നഡി കരിമ്പിങ്കാലയിൽ? ഒരിക്കലും ഞാൻ തുടക്കത്തിലെ തന്നെ കാശ്മീർ പറഞ്ഞില്ല, ജോർജിനെ പിന്തുണയ്ക്കാം എന്നുള്ളൊരു നിലപാടില്ല. ജോർജിനെ ഈ ഒരു ഘട്ടത്തിൽ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ചെയ്യുമോ കാശ്മീർ? അത്യാവശ്യം കോമൺ സെൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോർജിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമല്ല, ജോർജിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശം. പക്ഷേ നമ്മളൊരു കാര്യം അവതരിക്കുമ്പോൾ ഇപ്പോൾ ഹാഷ്മി, ഇപ്പോൾ ഈ പാനലിലിരിക്കുന്ന 3 പേര്, റെജിയെ വിട്, റെജി LDFിൻ്റെ ഒരു പ്രതിനിധിയാണ്. ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും അത്തരം ഒരു ആരോപണങ്ങളോ അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു ബാധ്യത, ഉത്തരവാദിത്തോടു കൂടിയാണ് അദ്ദേഹം ഇരിക്കുന്നത്. ബാക്കി 2 പേരിരിക്കുന്നത് ഒരു വളരെ ബയാസ്ഡ് ആയിട്ടുള്ളൊരു നിലപാടുമായിട്ടാണ്. ഹാഷ്മി അതിനെ ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്തരം ഈ പല കോണ്ടെക്സ്റ്റുകൾ ഞാൻ എടുത്തു പറഞ്ഞു. ഇയാൾ ഏതൊക്കെ സമയത്താണ് ഇത്തരം കാര്യങ്ങൾ ചാനലിൽ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഒരു വശം സംസാരിക്കാനിരിക്കുന്ന ഒരാളെന്നുള്ള ആങ്കർ അയാള് ഒട്ടും ഒരു കാലത്തും അങ്ങനെ ഒരു വശം പി സിക്കില്ല. പി സിയുടെ വശം എന്താണ്? അദ്ദേഹത്തിന് നിലനിൽപ്പ് വശം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആത്മാർത്ഥമായി കരുതുന്നില്ല പി സി ജോർജിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ കൊടിയ വർഗീയത തികട്ടി വരുന്നതാണ് ഞാൻ ആത്മാർത്ഥമായി കരുതുന്നത്. അതിന് കാരണം എന്താണെന്ന് അറിയോ? പി സിയുടെ പ്രശ്നം വോട്ടാണ്, നിലനിൽപ്പാണ്. പി സിക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്ന പോപ്പുലർ PFIയുടെ വോട്ട് കിട്ടിയ കാലത്ത് PFI എന്ന് പറഞ്ഞ സംഘം നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് അവരുടെ മഹാസമ്മേളനത്തിൽ പോയി ഈ പറയുന്നത് എന്താണ് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് അറബിയൊക്കെ പ്രയോഗിച്ചുകൊണ്ട് അവരെ വാനോളം പുകഴ്ത്തി നിങ്ങളെ ആരെങ്കിലും വേട്ടയാടാമെന്ന ചെറുക്കാൻ ഞാനുണ്ട് എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്ത പി സിയുടെ വാക്കുകൾ ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. SDPയെ പോലത്തെ കാര്യം, SDPI അല്ലെങ്കിൽ PFI ജോസഫ് മാഷിന്റെ കൈ വെട്ടുകയാണെങ്കിൽ ഞാൻ PFIക്കൊപ്പമാണ്, ജോസഫ് മാഷിന്റെ കൈയല്ല തല വെട്ടണം എന്ന് പറഞ്ഞ ഞങ്ങളാണ്. അതിനുശേഷം അവിടുന്ന് വോട്ട് കട്ടുണ്ടായി, അവർ കൈവിട്ടു, നേരെ ഇപ്പുറം ചാടി അങ്ങേയറ്റം വർഗീയത പറഞ്ഞു. അത്രേ ഉള്ളൂ. അവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ അത്രേ ഉള്ളൂന്നേ. അങ്ങനെ പി സിക്ക് ഒരു വശമില്ല ഒരു കാലത്തും. കെന്നഡി, ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇയാൾ ചാനലിൽ വന്നിരിക്കുമ്പോൾ ഇയാൾ പല കാര്യങ്ങളിലും ഒട്ടും ഒരു ഒബ്സ്ക്വയർ അല്ല, അതൊരു അംബിഗ്വസ് അല്ലാതെ വളരെ ട്രാൻസ്പെറൻ്റ് ആയി കാര്യങ്ങൾ അവതരിപ്പിക്കും. പലരും ഇത്തരം തൊട്ടാൽ കൈകൊള്ളുന്ന വിഷയങ്ങളൊക്കെയാണ് മൂടി വെച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇങ്ങനെ പുറം തൊട്ട് മാത്രം സംസാരിക്കും. ഇയാൾ ഈ ഒരു പച്ച വർത്താനം പറയുന്നതാണ് ഇയാൾക്ക് പ്രശ്നം വരുന്നത്. കീറിപ്പൊളിച്ച് ഇയാൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയി പറയുന്നു, അത് അയാളുടെ തലയിലിരിക്കുന്നു, പിന്നെ എന്നെ ന്യായീകരിക്കാൻ വരുന്നു. ഇപ്പം ഈ ഹാഷ്മി പറഞ്ഞതാണ് 100% ശരി. അയാളൊരു അബദ്ധത്തിൽ പറയണല്ല കണ്ണടി. നൂറ്റാണ്ടായിട്ട്, എനിക്ക് നൂറ്റാണ്ടായിട്ട് അറിയാവുന്ന ആളാണ് പി സി ജോർജ്. ഹാഷ്മിക്ക് അറിയാവോ? പി സി ജോർജിന്റെ ഡ്രൈവർ മുസ്ലിമാണ്. പി സി ജോർജിന്റെ കൂടെ ഏത് സമയം നടക്കുന്ന സൈജോ ഹസൻ, യൂത്ത് ഫ്രണ്ട് മുതൽ ഒന്നിച്ചു കൂടെ നടക്കുന്നതാണ്. അതാണ് വലങ്കൈ. പി സി ജോർജിന്റെ ഈ പൂഞ്ഞാറിലെ ഏറ്റവും വലങ്കൈ ആയിരുന്ന വായിന്ന് വരുന്ന ഇത്തരം വൃത്തികെട്ട വർത്താനമാണെങ്കിൽ ഏത് പൂഞ്ഞാറ്റിൽ ആരിടംബലുണ്ട്? എന്ത് കാര്യം എന്നടി? ഇത്രയും വൃത്തികെട്ട വാക്കുകളാണ് വായിന്ന് വരുന്നത്. ഇടംബലം ആര് പൂഞ്ഞാറ്റിലുണ്ടായിട്ട് എന്ത് കാര്യം? അവിടെ കുഴപ്പം അല്ല. ഞാൻ പറഞ്ഞത് അയാളൊരു ആന്റി ഇസ്ലാമിക് ഒന്നുമല്ല. അയാൾക്ക് ഈ എന്താ പറയുക, രാജ്യത്തെ മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളും വൃത്തികെട്ടന്മാരുമാണ്, എല്ലാവരും പാകിസ്ഥാനോട്ട് പോകണം എന്ന് പറയുന്ന പി സി ജോർജോ? എന്നാൽ ഇപ്പൊ പി സി പറഞ്ഞിട്ട് അബ്ദുള്ളക്കുട്ടി അടക്കം പാകിസ്ഥാനോട് വിസ എടുത്ത് പോകണം. അബ്ദുള്ളക്കുട്ടി, മുക്താർ അബ്ബാസ് തക്വി, ഷാനവാസ്, എത്ര പേരുണ്ട് അവരുടെ പാർട്ടി തന്നെ? അല്ല, ഞാൻ സാക്ഷിയാണ്. അതായത് പി സി ജോർജിന്റെ കൂടെ ഒരു എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഞാൻ ഒന്നിച്ചിരിക്കുമ്പോൾ കുറേ കൊല്ലം മുമ്പ്, എനിക്കൊന്നൊരു 10-15 കൊല്ലം കാണും, ഇയാൾ റോമിൽ പോവുക. ആ റോമിൽ പോകുമ്പോൾ ഇയാൾക്ക് ആദ്യമായിട്ട് ഇടാനായിട്ട് സൂട്ടും കോട്ടും ഒക്കെ തയ്പ്പിച്ചുകൊണ്ട് കൊടുത്തത് ഈരാറ്റുപേട്ടയിലെ ഒരു മര വ്യവസായി മുസ്ലിമാണ്. ഞാൻ ഇരിപ്പുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി ഇയാൾക്ക് ഈ ഒരു മതവിഭാഗത്തിൽ, അതൊരു വേറൊരു മതത്തിലെ വിഭാഗവുമായിട്ടുള്ള ബന്ധം.
അയാൾക്ക് വത്തിക്കാനിൽ പോകാനുള്ള ചെലവ് കൊടുക്കുക, ടിക്കറ്റ് കൊടുക്കുക, ഇങ്ങനെ അവരൊക്കെ അന്ന് PFI യുടെ SDPI യുടെ സ്വന്തം ആളാണ്. അവരുമായിട്ടൊക്കെ നല്ല അന്ന് SDPI അഭിമാനത്തോടു കൂടി ഞങ്ങളുടെ MLA എന്ന് പറഞ്ഞ അവരുടെ വേദിയിൽ താരപരിവേഷത്തിൽ കൊണ്ട് അവതരിപ്പിച്ച MLA, അവരുടെ MLA, ഞങ്ങളുടെ വോട്ട് വാങ്ങി വാങ്ങിച്ച MLA എന്ന് അവതരിപ്പിക്കുന്ന ആള് ആ MLA എന്ന് പറഞ്ഞ് നിങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ഞാനത് അഭിമാനത്തോടെ എല്ലാ കാലവും പറയും. എൻ്റെ അച്ഛൻ്റെ പേര് പ്ലാത്തോട്ടത്തിൽ ജോർജ് എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ ആളാന്ന്. ഒരുപാട് വർഷം മുമ്പൊന്നും അടുത്ത കാലത്താണ് എല്ലാ മുന്നണികളടക്കം അല്ല ഒരു കാര്യം മുന്നണികളടക്കം മത്സരിച്ചിട്ട് ആ ഇന്ദിരാഗാന്ധി കൊന്ന ആരാന്നറിയോ? ആ രണ്ടെണ്ണോ. അതായത് ബഹുമാനപ്പെട്ട കെന്നഡി നേരത്തെ പറഞ്ഞല്ലോ ഡ്രൈവർ വിശ്വസിക്കാതെ. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ വിശ്വസിക്കാതെ ഇന്റലിജൻസ് ഓർഡർ കൊടുത്തു ഇവരെ മാറ്റണമെന്ന്. പക്ഷേ ഇന്ദിരാഗാന്ധി പറഞ്ഞു അവരെന്റെ ഏറ്റവും വലിയ വിശ്വസിക്കാന്ന് പറഞ്ഞു. ആ ഇന്ദിരാഗാന്ധി കൊന്ന ആരാന്നറിയോ? ബിയാൻ സിംഗും സസ്പെൻസും എന്ന് പറയുന്നവർ തന്നെയാ. അപ്പൊ അതുകൊണ്ട് ഒരു മുസ്ലിം ഡ്രൈവറാന്ന് ഓർത്തുകൊണ്ട് ഈ PC ജോർജ് എന്ത് തോന്നിയ സമയം ആ ഡ്രൈവർ പാവമായിരിക്കും. പക്ഷേ അതിന്റെ പേരിൽ PC ജോർജിന് ഈ ഇത്ര ഉയർന്ന എന്താ പറയാ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് 35 വർഷം നിയമസഭയെ പ്രതിനിധീകരിച്ച വ്യക്തി സമൂഹത്തിലെ ഹെയ്റ്റ് സ്പീച്ച് മാത്രമല്ല അദ്ദേഹം ഭരണഘടനാ വിരുദ്ധ രാജ്യദ്രോഹ പറഞ്ഞത്. ആ മനുഷ്യനായിരിക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം. കോടതി എടുത്തു പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 30 വർഷം ജനപ്രതിനിധിയായിട്ടും ഈ വർത്തമാനമാണ് പറയുന്നതെങ്കിൽ PC ജോർജ് രാഷ്ട്രീയക്കാരനായിരിക്കാൻ അർഹതയില്ലാത്ത ആളാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ് കേട്ടോ.